സോ എൻ്റെ കൂടെയുള്ള സാന്ദ്രയാണ് കേട്ടോ. പക്ഷെ സാന്ദ്രയുടെ റിവ്യൂ എടുക്കുന്നതിന് ഒരു സ്പെഷ്യാലിറ്റി കൂടെയുണ്ട്. സാന്ദ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മകളാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്ത് ടീച്ചർ ഞാനായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ട് മോൾക്കൊരു പാരാമെഡിക്കൽ കോഴ്സിന് ജോയിൻ ചെയ്യണം, നല്ല ഏതെങ്കിലും കോളേജൊക്കെ പോകണം എന്നുള്ള കാര്യം പിന്നെ ടീച്ചർ സംസാരിക്കുന്നത് എൻ്റെ വൈഫായിട്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു, ഏത് കോളേജ് കൊടുക്കുന്നുള്ളതിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. ബിക്കോസ് വേറെ നല്ല മോളെ പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ മോളല്ല. അപ്പം കുട്ടിക്ക് അവിടെ പോയിട്ട് കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താവും, ഇൻ ഫ്യൂച്ചർ മേ ബി ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ വിഷമമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത അവർക്ക് ഉണ്ടാവും എന്നുള്ള ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ടോട്ടലായിട്ട് ഇങ്ങനെ അരിച്ചു പെറുക്കിയിട്ടാണ് ലാസ്റ്റ് തീരുമാനിച്ച് എന്ത് ചെയ്യാം, ആദിത്യ കൊടുക്കാന്നൊരു തീരുമാനത്തിലോട്ട് വന്നേ. സോ മോളെ എങ്ങനെയുണ്ട് ആദിത്യയിൽ വന്നിട്ട്? കൊള്ളാം. ഇവിടെ കൾച്ചറൽ പ്രോഗ്രാംസും നമ്മുടെ സ്റ്റഡീസും എല്ലാം ഒരുപോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. കൂടുതലും കൾച്ചറൽ പ്രോഗ്രാംസ് കൊണ്ട് നമുക്ക് എൻജോയ് ചെയ്ത് നമ്മുടെ കോളേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഹോസ്റ്റൽ ആണെങ്കിലും വാർഡൻ ഉണ്ട്, എല്ലാ സേഫ്റ്റി ഉണ്ട്, ഫുഡും കുഴപ്പമില്ല, നല്ല ഫുഡൊക്കെ ആണ്. കേരള റൈസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മലയാളീസിനൊക്കെ വിൽക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പൊ ഫുഡൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ഫുഡാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തായാലും വീട്ടിൽ കിട്ടും പോലെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല. അതെന്തായാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, ഇല്ലേ? ബിക്കോസ് നമ്മൾ ട്രിവാൻഡ്രത്തുകാരാണ്. ട്രിവാൻഡ്രത്ത് എല്ലാ ദിവസവും മീനും മീൻകറിയൊക്കെ വെച്ചായിരിക്കും ചോറ് കഴിക്കുന്നത്. അതെന്തായാലും കോയമ്പത്തൂർ കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ ഓക്കെ. വീക്ക്ലി നമുക്ക് 3 days നോൺ വെജ് ഒക്കെ കിട്ടും. ഓക്കെ, 3 days നോൺ വെജ് വരുന്നുണ്ട്. അത് മീൻസ് നോൺ വെജ് മീൻസ് എഗ് ആണോ അല്ലാണ്ട് നോർമൽ? എഗ്ഗും ഉണ്ട്, പിന്നെ നമുക്ക് ചിക്കനും കിട്ടും. ചിക്കനും വരുന്നുണ്ട്. ഓക്കെ, ഫൈൻ ഫൈൻ. പിന്നെ നമുക്ക് നോർമലി ഉച്ചയ്ക്ക് എന്തൊക്കെയാണ് കഴിക്കാറുണ്ടാവുന്നത്? ഉള്ളി റൈസ് ആണോ അല്ലെങ്കിൽ അല്ലാണ്ട് ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും അഡീഷണൽ വരുന്നുണ്ടോ? എങ്ങനെ വരുന്നത്? ഇല്ല, റൈസ് ആണ് വരുന്നത്. രാത്രി എങ്ങനെ, റൈസ് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെഡ് ഐറ്റംസ് ആണോ ഉള്ളത്? ഇല്ല, രാത്രി ചപ്പാത്തി അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പോലെ അങ്ങനത്തെ രീതിയിലും കിട്ടും. പിന്നെ റൈസ് കിട്ടും, റൈസ് ഉണ്ടാവും. ഓക്കെ, മിക്സ് ചെയ്തൊക്കെയാണ് വരുന്നത്. ഓക്കെ. സോ എന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ കുഴപ്പമില്ല, അഡ്ജസ്റ്റബിൾ ആണ്. റൂമിൽ എത്ര പേരുണ്ട് ഇപ്പോ? ഞങ്ങൾക്ക് ഡോം ആണ്. ഞങ്ങളുടെ റൂമിൽ 9 പേരുണ്ട്. ബാക്കി റൂമിലൊക്കെ 3, 4 അങ്ങനെ ആ രീതിയാണ്. ഓക്കെ. എന്ത് പറ്റി ഇപ്പൊ ഡോം ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ടൈം എന്താ വരുന്നത്? അവർ പറഞ്ഞിരിക്കുന്നത് 2 months ആണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മുകളില് ബിൽഡിംഗ് ഹോസ്റ്റൽ വർക്ക് നടക്കുന്നതാണ്. സോ കറന്റ്ലി ഇപ്പോ എങ്ങനെയുണ്ട് സ്പേസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി എങ്ങനെയുണ്ട്? റൂമിന്റെ സ്പേസ് ഒക്കെ അഡ്ജസ്റ്റബിൾ ആണ്? എല്ലാവരോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നും. ദെൻ റിഗാർഡിംഗ് സ്റ്റഡീസ് എങ്ങനെയുണ്ട്? ഈ നമ്മൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റഡീസായിട്ട് വലിയ ബന്ധമില്ലാത്ത കാര്യമല്ലേ, ശരിയല്ലേ? എന്തായാലും ഫൈനലി റിസൾട്ട് വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ സ്റ്റഡീസിന്റെ കാര്യത്തിലാണ് റിസൾട്ട് വരാൻ പോകുന്നത്. സോ അബൌട്ട് ഫാക്കൽറ്റി, പഠിപ്പിക്കുന്ന ടീച്ചർമാർക്ക് എങ്ങനെയാണ്? ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഇംഗ്ലീഷിൽ ഞങ്ങൾക്ക് മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഇംഗ്ലീഷിൽ കുറച്ച് ഡിഫൈൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് അത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ എത്ര മലയാളീസ് ഉണ്ട്? ഞങ്ങളുടെ ക്ലാസ്സിൽ കൂടുതൽ മലയാളീസ് ആണ്. 20-15 മലയാളിയാണ്. അപ്പോൾ പക്ഷേ ഈ തമിഴ് സ്റ്റുഡൻസിന് അങ്ങനെ അവർക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് തമിഴിലും ഇംഗ്ലീഷിൽ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർലി അവർ പറഞ്ഞിരുന്നുണ്ട്. പേഴ്സണൽ ആയിട്ടൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു. എന്ത് ഡൗട്ട്സ് ചോദിച്ചാൽ അവർ ക്ലിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഇപ്പൊ സീനിയേഴ്സ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിഹോ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ എന്തായാലും കോമൺ ക്ലാസ്സസ് ആണ്. ഈവൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണാനുള്ള ചാൻസേ ഇല്ല. അതിന് ഗവൺമെന്റ് കോളേജിൽ പഠിച്ചാലും കാണാനുള്ള ചാൻസ് ഇല്ല. ബിക്കോസ് നിങ്ങൾ ജസ്റ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അറൌണ്ട് 3-4 months ആവുന്നുണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത്. സോ സീനിയേഴ്സ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇവിടുത്തെ ക്ലിനിക്കൽ പോസ്റ്റിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ അവർ തന്നിട്ടുണ്ടാവുമല്ലോ? ഹോസ്പിറ്റലിൽ പോകുന്നതിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണോ പറഞ്ഞിട്ടുള്ളത്? അവര് പറഞ്ഞത് ഈ ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ ഈ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളും 2 പേര് അങ്ങനെ ഒരാളായിട്ട് വിടില്ല, 2 പേരായിട്ട് വിടും. പിന്നെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവുമ്പോൾ സെക്കൻഡ് ഇയർ ആവുമ്പോൾ ചിലപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോസ്റ്റിംഗ് ഉണ്ടാവും. പിന്നെ ഫസ്റ്റ് ഇയർ വലിയ ടാസ്ക് ഒന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. സെക്കൻഡ് ഇയർ ആവുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവുമ്പോൾ കുറച്ച് നന്നായിട്ട് ചെയ്യേണ്ടി വരും ഇന്റേൺഷിപ്പിനൊക്കെ പോകുമ്പോൾ. അതായത് സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ ഡയറക്റ്റ് പേഷ്യന്റ് ഇന്ററാക്ഷൻ നിങ്ങളെ കോളേജിൽ വിടുന്നുണ്ട് ഇന്റേൺഷിപ്പിന് മുമ്പ്. ബിക്കോസ് നോർമലി എനിക്ക് തോന്നുന്നു കോളേജസിൽ അറൌണ്ട് ഒരു 4th year ആകുന്ന സമയത്ത് ഇന്റേൺഷിപ്പിനാണ് ഡയറക്റ്റ് പേഷ്യന്റ് ഇന്ററാക്ഷൻ തരാം. അപ്പം ഇവർ സെക്കൻഡ് ഇയർ തൊട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ഇയർ നോർമലി പോസ്റ്റിംഗ് പോലെ വാർഡിലൊക്കെ പോയി കാണാനും ബാക്കിയുള്ള ഫെസിലിറ്റീസ് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഇറ്റ്സ് വെരി ഗ്രേറ്റ്. ഓക്കെ, ഓവറോൾ എങ്ങനെയുണ്ട് കോളേജ്? പിന്നെ എങ്ങനെയുണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ പോയി തിരിച്ചു? പിന്നെ പൊങ്കൽ എങ്ങനെ വീട്ടിൽ പോയി? ട്രെയിനിന് പോയി. ഓക്കെ, ഏത് റെയിൽവേ സ്റ്റേഷൻ? കോയമ്പത്തൂർന്നാ? ഇവിടുന്ന് എങ്ങനെ ബസ്സിന് പോയാ നീ? ബസ്സിന് പോയി. എത്ര ടൈം ഉണ്ട് ബസ്സിന് ആവറേജ്? ഇവിടെ ഒരു 30 minutes ഒക്കെ അത്രേ ഉള്ളൂ. അരമണിക്കൂറേ ഉള്ളൂ. അരമണിക്കൂർ. അവിടെ നിന്ന് ഏത് ട്രെയിനായിരുന്നു? ട്രിവാൻഡ്രം ഡയറക്റ്റ് ട്രെയിൻ. ഓക്കെ, ട്രിവാൻഡ്രം. ഓക്കെ. സോ പിന്നെ അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേറെ ബുദ്ധിമുട്ട് കാര്യമില്ല. ട്രിവാൻഡ്രം പിള്ളേരൊക്കെ ഉണ്ടോ? ഒരുപാട് പേരുണ്ട്. എത്ര പേരുണ്ട്?
ഞങ്ങളുടെ സെക്കൻഡ് ഇയറിൽ നിന്ന് 2-3 പേരുണ്ട്. പിന്നെ ഫസ്റ്റ് ഇയർ എന്റെ ക്ലാസ്സിൽ തന്നെ 2 പേരുണ്ട്. 2 പേരുണ്ട്. മേ ബി നമ്മുടെ സ്റ്റുഡൻസ് ആണോ എന്നും അറിയത്തില്ല. ഓക്കെ, ഓവറോൾ എങ്ങനെയുണ്ട് കോളേജ്? ഓവറോൾ കോളേജ് എങ്ങനെയുണ്ട്? സ്റ്റഡീസ്, ഈ പറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, പിന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം. ബിക്കോസ് നിങ്ങളുടെ ഒരു ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് ആണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ അലൈഡ് മാത്രമല്ല ഉള്ളത്, എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് ഉണ്ട്, ആർട്സ് ആൻഡ് സയൻസ് ഉണ്ട്, അങ്ങനെ കുറേയേറെ കോഴ്സസ് ഉള്ള ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്, ക്യാമ്പസാണ്. സോ ഓവറോൾ ക്യാമ്പസിനെ കുറിച്ചുള്ള ഒരു ഒപ്പീനിയൻ എങ്ങനെയുണ്ട്? ക്യാമ്പസ് ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് കൾച്ചറൽ എല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ, കൂടുതലും കൾച്ചറാണ്, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ നല്ല ടൈമുണ്ട്. പിന്നെ സ്റ്റഡീസ് ആയാലും എല്ലാ ടീച്ചേഴ്സും നല്ല സപ്പോർട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് പേഴ്സണൽ ഇപ്പൊ ക്ലാസ്സിൽ വെച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ട് കേൾക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ചെന്ന് കേട്ടാൽ അതൊക്കെ കറക്റ്റായി ക്ലിയർ ചെയ്ത് തരും. ഓക്കെ, അത് പോസിറ്റീവായിട്ട് മാത്രമേ അവർ കാണത്തുള്ളൂ, ഇതായിട്ടൊന്നുമില്ല. ഓക്കെ, മോള് എവിടെയായിരുന്നു പഠിച്ചത്? ജിആർ തന്നെയാണോ? ജിആർ തന്നെ പഠിച്ചത്. സോ എന്തായാലും ക്ലാസ്സിൽ എത്ര പേരുണ്ടായിരുന്നു പ്ലസ് ടുവിന്? എന്റെ കൂടെ പ്ലസ് ടു ആൾക്കാർ എന്തായാലും കുറവാണ്. ജിആറിനെ സംബന്ധിച്ച് പ്ലസ് ടു ആൾക്കാർ കുറവായിരിക്കാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തായാലും പ്ലസ് ടുവിന് നിങ്ങളുടെ കൂടെ പഠിച്ച ബാക്കിയുള്ള ഫ്രണ്ട്സ് പല കോളേജസിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അവരുടെ ഒരു കോളേജ് ലൈഫും അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലാസ്സിൽ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇവിടെ മിസ്സാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അവർക്ക് ഈ കൾച്ചറൽ പ്രോഗ്രാംസ് ഒന്നും അങ്ങനെ തുടങ്ങിയിട്ടില്ല. അപ്പോ ഞങ്ങൾക്കാണ് ഇപ്പൊ കൂടുതൽ ഇവിടെ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപാട് പ്രോഗ്രാംസ് ഇപ്പൊ തന്നെ വന്നിട്ട്, അപ്പോ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട് പ്രോഗ്രാംസിന്റെ കാര്യത്തിലായാലും, എല്ലാ കാര്യത്തിലും. ഓക്കെ മോളെ, താങ്ക് യു. ബൈ ബൈ. ഓക്കെ.